30 ജൂലൈ വണ്ടി ഡെലിവറി ആയപ്പോൾ. അപ്പോൾ റീബൂട്ട് ചെയ്യണമെങ്കിൽ അത് കാണിക്കും. അപ്പോൾ റീബൂട്ട് ചെയ്യാനായിട്ട് ഈ പവർ ബട്ടനും ഈ റിവേഴ്സ് ബട്ടനും കൂടി നെക്കി പിടിച്ച് കഴിഞ്ഞാൽ റീബൂട്ടാവും. റീബൂട്ട് ചെയ്യണം നല്ലതാണ്. ഒരു 2 ദിവസം കൂടുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അത്ര നല്ലത്. അപ്പോൾ വണ്ടിക്ക് ലാഗിങ് കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ ഹെൽത്ത് ഉണ്ട്. ഇപ്പോൾ സപ്പോർട്ടിൽ പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓല ആപ്പ് വഴി കോൺടാക്ട് ചെയ്യാം. RSI. പിന്നെ വണ്ടി എടുക്കുമ്പോൾ ഓല കെയറും കൂടി എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് റോഡിൽ വന്നു കഴിഞ്ഞാൽ അവർ വന്ന് സഹായിക്കും. അല്ലെങ്കിൽ സഹായിക്കും. കെയറും കൂടി എടുത്തു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് അക്കോമഡേഷനൊക്കെ തരും എന്നാണ് പറയുന്നത്. പിന്നെ 1 വർഷം വണ്ടിക്ക് തന്നെ മെയിൻ്റെനൻസൊക്കെ ഫ്രീ ആയിട്ട് കവറാവും. അതായത് ഇപ്പോൾ ബ്രേക്ക് പാഡ് ചേഞ്ച്, കോൺസെപ്റ്റ്, വണ്ടി തേയ്മാനങ്ങളൊക്കെ കെയർ വഴി ഫ്രീ ആയിട്ട് മാറി കിട്ടും. അതൊക്കെ ഉണ്ട്. വണ്ടി ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഈ ഒരു വണ്ടി വെച്ച് ഇനി എന്താവുമെന്ന് അറിയില്ല. ഇനിയും ഓടിച്ചോള. ഇപ്പോൾ 4 ദിവസമായിട്ടുള്ളല്ല. ഇതുവരെ കംപ്ലൈൻറ്റ് ഇല്ല. ഇനി കംപ്ലൈൻറ്റ് വരാമായിരിക്കും, അറിയില്ല. ഇനി ഇവിടെ 2 സ്ഥലമുണ്ട് സാധനങ്ങളൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ മാറ്റ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഇതിനൊരു ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ സീറ്റ് തുറക്കണമെങ്കിൽ ഹോമിൽ പോവാം. അതായത് കണ്ട സീറ്റ് തുറക്കാനുള്ള ബട്ടൺ, സീറ്റ് നെക്കാം, സീറ്റ് ഓപ്പണായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചാർജർ വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിലാണ് നമ്മൾ ചാർജിങ് ചെയ്യാനുള്ള സ്ഥലം. ഇവിടെ കവർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ കേട്ടോ. ഇന്നതേനാ ഈ പറഞ്ഞവരുടെ അടുത്ത് നിന്ന് വാങ്ങിയത്. നല്ലൊരു കവറാണ്. പിന്നെ ഈ വണ്ടിയിൽ നോക്കി അഡാപ്റ്റർ വെച്ചുകൊണ്ട് ചാർജ് ചെയ്യാം. അതാണ് മെയിൻ എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇതേനാ ഈ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ആൾക്കാർ വിചാരിക്കും പുറത്ത് വെച്ചുകൊണ്ട് എങ്ങനെ ചാർജ് ചെയ്യും, ചാർജർ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകൂലേന്ന്. അതിനുള്ള വഴിയാണ്. ഇതേനാ ഇതണ്ട ഇതിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വെക്കാം. കട്ടിങ് ആവൂല. അപ്പം ഇവിടെ അടക്കണം. കണ്ടാ ഒരു കുഴപ്പമില്ല. ഭയങ്കര സെറ്റപ്പിലാണ് ഇത് ഉണ്ടാക്കിയത്. അതൊക്കെ ഇവിടെ കുത്താം. ഭയങ്കര ടെക്നോളജിയാണ് കേട്ടോ. കണ്ട കേബിള് വലിച്ചെടുക്കുകയും ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ ആരും കട്ടുകൊണ്ട് പോകില്ല. ഭയങ്കര ഗുണമുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ചാർജ് ചെയ്തുകൊണ്ട് പോവാം. ഡ്രങ്ക് ഉറക്കാം. അതൊരു നല്ലൊരു ഐഡിയ ആണ്. ചാർജർ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഗുണങ്ങൾ. വേറൊരു വണ്ടിക്ക് ഞാൻ കണ്ടില്ല. ബാക്കിൽ ഡിസ്ക് ബ്രേക്ക്, ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക്. നല്ലൊരു വണ്ടി. ഇതാണ് കേട്ടോ DR ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കത്തി കിടക്കും. ഇതൊക്കെയാണ് അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇത്. പുതിയത് വണ്ടി എടുക്കണവരൊക്കെ കുറേ ഹേറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ വേറൊരു ബ്രാൻഡിൻ്റെ വണ്ടികൾക്ക് ഇത്തരം ചീപ്പിൽ വണ്ടി കിട്ടൂല. പിന്നെ ഇതിന് സർവീസ് എന്ന് പറയണ അങ്ങനെ ഒരു സ്കീമേ ഇല്ല. ഇത്ര കിലോമീറ്ററിൽ സർവീസ് ചെയ്യണമെന്ന്. അങ്ങനത്തെ ഒരു വണ്ടി എപ്പോഴാണ് കംപ്ലൈൻ്റ് ആവണം അപ്പോൾ കൊണ്ടുപോകാം. ആ സെറ്റപ്പാണ് ഇവരുടെ സർവീസിൻ്റെ ഒരു മെയിൻ ഗുണം എന്ന് വെച്ചാൽ. അപ്പോൾ ബാക്കിയുള്ള വണ്ടി നോക്കണമെങ്കിൽ TVS ആണെങ്കിൽ ഏതാണെങ്കിൽ ഇത്ര കിലോമീറ്ററിൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവരണം. ഈ വണ്ടിക്ക് അങ്ങനെ ഒരു സർവീസേ ഇല്ല. എപ്പോൾ കംപ്ലൈൻ്റ് ആവണം അപ്പോൾ കൊണ്ടുവരിക. ആ ഒരു സെറ്റപ്പാണ് ഈ ഒരു വണ്ടിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ഒരേ കെയർ എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും എന്തെങ്കിലുമൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് അയക്കാം. താങ്ക് യു.